ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അതിനായിട്ട് കുതിർത്ത് വെച്ച പരിപ്പ്, ഒരു 2 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ. പരിപ്പിൻ്റെ വേവ് അനുസരിച്ചിരിക്കും, പരിപ്പൊക്കെ അല്ലേ പെട്ടെന്ന് വേവുമല്ലോ. അപ്പം അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ച വെണ്ടക്ക ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലോണം പോവരുത്, ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. അത് കഴിഞ്ഞ് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. വെണ്ടക്ക അലന്ന് പോവാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നത്. ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ മതി കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടി, ലാസ്റ്റ് കുറച്ച് കായപ്പൊടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ പരിപ്പും നല്ല രീതിക്ക് തന്നെ നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചേക്കുന്ന പച്ചക്കറികൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും തക്കാളിയും സവാളയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം. എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ 2-3 വിസിൽ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാറിൽ ഒരു ടേസ്റ്റ് മേക്കറാണ് ഉലുവാപ്പൊടി. ഇപ്പം എൻ്റെ അടുത്ത് ഉലുവ പൊടിയായിട്ടില്ല, ഉലുവയായിട്ടുള്ളൂ. അതുകൊണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിനൊരു ടീസ്പൂൺ സാമ്പാർ പൊടി, ഒരു പിഞ്ച് കായപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാറിലേക്കത് ഒഴിക്കാം. ഇനി ലാസ്റ്റായിട്ട് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം സപ്പോർട്ട് ചെയ്യണേ.